വാർത്തകൾ വിശദമായി. ഹോസ്ദുർഗ് സബ് ട്രഷറിക്കായി പണിയുന്ന പുതിയ കെട്ടിടത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ തറക്കല്ലിട്ടു. 1,48,00,000 രൂപ ചെലവിലാണ് പുതിയ കോട്ടയിൽ സൗകര്യപ്രദമായ ഒരു നില കെട്ടിടം നിർമ്മിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കേരളത്തിലെ ട്രഷറികളെ ആധുനികവൽക്കരിച്ച് കൂടുതൽ ജനകീയമാക്കി വരികയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഹോസ്ദുർഗ് സബ് ട്രഷറിക്കായി പണിയുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികൂല കാലാവസ്ഥയിലും നിറഞ്ഞു നിൽക്കുന്ന കാഞ്ഞങ്ങാട്ടെ ടൗൺ ഹാൾ സൂചിപ്പിക്കുന്നത് ട്രഷറികളുടെ ജനകീയതയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ദേശസാൽകൃത ബാങ്കുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ട്രഷറികളിൽ ലഭ്യമാണ്. മാർച്ച് മാസത്തിൽ പോലും നീണ്ട ക്യൂ ഒഴിവായി എന്നും പെൻഷൻകാർക്ക് കൂടി പരിഗണന നൽകിക്കൊണ്ടാണ് ട്രഷറി കെട്ടിടങ്ങൾ ആധുനികവൽക്കരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ പരിപാടി ഇന്ന് വെച്ച ദിവസം നിങ്ങളാരും മറക്കുമെന്ന് തോന്നില്ല. കാരണം അത്ര വലിയ മഴയാണ്. ആ മഴയത്ത് തന്നെ ഇത്ര ആളുകളോട് വന്നിട്ടുണ്ട് എന്നുള്ളത് ട്രഷറിക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. അത്രയേറെ ട്രഷറിയുമായി സഹകരിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും ട്രഷറിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന പെൻഷൻ സംഘടനയാണ്, അല്ലെങ്കിൽ പെൻഷൻ പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുള്ളത്. ട്രഷറി സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഏതൊരു നാഷണലൈസ്ഡ് ബാങ്കിനേക്കാളും അധികം ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ്. എല്ലാം കൂടി നോക്കിയാൽ ഒരു 2.5-3 ലക്ഷം കോടിയുടെ ബിസിനസ് ഒരു വർഷം നമ്മുടെ സംസ്ഥാനത്ത് ട്രഷറി വഴി നടന്നു പോകുന്നുണ്ട്. മുൻകാലങ്ങളിൽ ട്രഷറിയിൽ ഉണ്ടായിരുന്നതുപോലെ അല്ല, ഇപ്പോൾ ഓൺലൈനാണ് സംവിധാനങ്ങളല്ലേ. ATM കാർഡില്ല എന്നൊഴിച്ചാൽ എല്ലാ ബാങ്കിംഗ് പ്രവർത്തനങ്ങളും മിക്കവാറും ഓൺലൈൻ സംവിധാനങ്ങൾ ഇപ്പോൾ ട്രഷറിയിലുണ്ട്. ചടങ്ങിൽ മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ KG രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ, നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് K. രാജ്മോഹൻ, അഡ്വക്കേറ്റ് PV സുരേഷ്, M. അസിനാർ, ബഷീർ വള്ളിക്കോത്ത്, ദിലീപ് മേടയിൽ, M. കുഞ്ഞിമൊയ്തീൻ ഹാജി എന്നിവർ സംസാരിച്ചു. ട്രഷറി വകുപ്പ് ഡയറക്ടർ V. സാജൻ സ്വാഗതവും കാസർഗോഡ് ജില്ലാ ട്രഷറി ഓഫീസർ K. റീജ നന്ദിയും പറഞ്ഞു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പുതിയ കോട്ടയിലെ പഴയ ട്രഷറി കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്താണ് 1,48,00,000 രൂപ ചെലവഴിച്ച് സബ് ട്രഷറിക്കായി ഒറ്റനില കെട്ടിടം പണിയുന്നത്. നിലവിൽ ആരാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലാണ് ട്രഷറി പ്രവർത്തിച്ചു വരുന്നത്. 2424 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ സബ് ട്രഷറിക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും. ഓഫീസർമാരുടെ ക്യാബിൻ, റെക്കോർഡ് റൂം, ഗാർഡ് റൂം, പെൻഷൻ ലോഞ്ച്, പണമിടപാട് ഏരിയ, പൊതു ശൗചാലയം, ഡൈനിങ് ഹാൾ എന്നിവയെല്ലാം കെട്ടിടത്തിന്റെ ഭാഗമാകും. 274 ദിവസമാണ് ഇതിന്റെ നിർമ്മാണ കാലാവധി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.